പ്രാർത്ഥന കുറേ ആനിമൽ റെസ്ക്യൂ ഗ്രൂപ്പ്സിലെ മെമ്പറാണ്. അപ്പൊ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വരുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് അപ്ഡേറ്റ്സ് കിട്ടുമല്ലോ. അങ്ങനെയാണ് ബോബ വരുന്നത്. ബോബ ഒരു പേർഷ്യൻ കാറ്റാണ്, റഷ്യൻ ബ്ലൂ കളറിലെ പേർഷ്യൻ കാറ്റാണ്. ബോബ വന്നു. ബോബിനെ എന്തുകൊണ്ടാണ് കൊണ്ടുവന്നേ? നമ്മള് ബോബ പ്ലേഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാ കൊണ്ടുവന്നേ. ബോബ പ്ലേഫുൾ ആവാന്ന് വന്നിട്ട് ഇതുണ്ടോ അനങ്ങ ഇരുത്തി അടുത്തുനിന്ന് പൂച്ച സാർ എഴുന്നേക്കൂല. അദ്ദേഹത്തിന് അധ്വാനിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് മരിക്കുന്നല്ലാതെ അനങ്ങില്ല ആള്. അപ്പോൾ ഞാൻ എന്തൊക്കെ ശ്രമിച്ചിട്ടും ആള് കളിക്കണില്ല. പക്ഷെ ഭയങ്കര നമ്മളെല്ലാരും ഉണ്ടെങ്കിൽ നമ്മുടെ നടുക്കൊന്നും ഇങ്ങനെ ഇരിക്കും. ഫുൾ ടൈം കോൺവെർസേഷൻ കേട്ടോണ്ടിരിക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ട് ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ലേല, ബോബ, നാല, ബൂബു 4 പേരായി. ആ സമയത്താണ് പ്രാർത്ഥന പഠിക്കാൻ പോയി. ലണ്ടനിൽ പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഇനി അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരുമോ എടുത്തോണ്ട് വരും. ഞാൻ മോളെ അതൊന്നും ചെയ്യരുത്, വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവിടെ ഒഴിവാക്കാനും നമുക്ക് പറ്റില്ലല്ലോ. ഒരു അഡോപ്റ്റ് ചെയ്തിട്ട് അതിനെ ഒഴിവാക്കുന്നതും ശരിയല്ല. അപ്പൊ അതുകൊണ്ട് ആ കുട്ടി അത് ചെയ്തില്ല. തിരിച്ച് ബാംഗ്ലൂരിൽ ഒരു 6 മാസം ഉണ്ടായിരുന്നു. ഒരു സൈക്കോളജി ഇൻ തിയേറ്റർ പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടുന്ന് അഡോപ്റ്റ് ചെയ്തതാണ് സൂഷി. സൂഷിയാണ് ഞങ്ങളുടെ വീട്ടിലെ രാജകുമാരി. അതാണ് ഈ ഫോട്ടോയിൽ ഇരിക്കുന്ന ആള്. സൂഷി ഡിമാൻഡ്സ്, സൂഷി കമാൻഡ് ചെയ്യും. സൂഷിയുടെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. മനസ്സിലായില്ലേ? സൂഷിയാണ് അവിടെ ഭക്ഷണം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. സൂഷി പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കണം. നമ്മളെല്ലാം സൂഷി പറയണ പോലെ ചെയ്യണം. അപ്പോ സൂഷി വന്നതിന് ശേഷം ഭയങ്കര ഈ പറഞ്ഞ പോലെ വീട്ടിലൊരു ലൈഫ് വന്ന പോലെയായി. പിന്നെ ഇതിനിടയിൽ ബൂബു പോയി. 2 വർഷം മുന്നേ ഐ ലോസ് ബൂബു. അപ്പോഴത്തേക്കും നാല ഭയങ്കര ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയി ഞാനുമായിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഷൂട്ടിങ്ങിനൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് കാണാം ഹെൽത്ത് ഇങ്ങനെ ഡിറ്റോറിയേറ്റ് ചെയ്യുന്ന കാണാം. സ്പെഷ്യലി എനിക്ക് ഇപ്പോൾ പ്രേക്ഷകർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്, ചെറിയ ഡോഗ്സ്, ലാബ് ഡോഗ്സ് അല്ലെങ്കിൽ ചെറിയ ബ്രീഡിലുള്ള ഡോഗ്സ് വളരെ വളരെ ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അവരെ വളർത്തിയപ്പോഴാണ്. എല്ലാ ഡോഗ്സും ഡിപ്പെൻഡൻ്റ് ആണ്, പക്ഷെ നമ്മൾ എത്രത്തോളം അവരോട് ഡിപ്പെൻഡൻ്റ് ആണോ അതിലും മേലെ അവർ നമ്മളുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും എന്താ പറയുക, നമ്മൾ കുഞ്ഞുങ്ങളോട് കാണുന്ന പോലെ തന്നെയാണ് അവരെയും കാണേണ്ടത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതങ്ങനെയാണ്. അപ്പോൾ അത് ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ആ കണ്ണിലൂടെ പറയാൻ പറ്റുള്ളൂ.